യൂറോപ്പിലേക്ക് കടക്കാൻ ശ്രമിച്ച അനധികൃത കുടിയേറ്റക്കാരന്റെ കുത്തേറ്റ് പോളണ്ടിലെ യുവസൈനികൻ കൊല്ലപ്പെട്ടു. ബെലാറസ് പോളണ്ട് അതിർത്തിയിലാണ് ദാരുണമായ ഈ സംഭവം അരങ്ങേറിയത്. 21 വയസ്സുകാരനായ മാത്യു എന്ന അതിർത്തി സുരക്ഷാ സേനയിലെ പട്ടാളക്കാരനാണ് കൊല്ലപ്പെട്ടത്. സൈനികനെ കുത്തിക്കൊലപ്പെടുത്തിയ അക്രമിയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ട് കുറ്റവാളിയെ കൈമാറണമെന്ന് ബെലാറസിനോട് പോളിഷ് സൈനിക നേതൃത്വം ആവശ്യപ്പെട്ടു. റഷ്യയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ബെലാറസിന്റെ സഹായത്തോടെ യൂറോപ്പിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുവാൻ മിഡിൽ ഈസ്റ്റിൽ നിരവധി വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികളാണ് പ്രവർത്തിച്ചുവരുന്നത്. സമീപ ആഴ്ചകളിൽ അനധികൃത കുടിയേറ്റക്കാരുടെ കടന്നുവരവിൽ വൻ വർധനവുണ്ടായതായി പോളണ്ട് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. 2021 മുതൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ സഹായത്തോടെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ വഴി ബെലാറസിലെത്തി പോളണ്ട് അതിർത്തിയിലൂടെ യൂറോപ്പിലേക്ക് കടക്കുവാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ അതിർത്തി കടക്കുവാൻ ശ്രമിച്ച അഭയാർത്ഥിയുടെ കുത്തേറ്റാണ് അതിർത്തിയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന പോളിഷ് യുവ സൈനികൻ മാത്യു കൊല്ലപ്പെട്ടത്. ഇത് ആദ്യമായല്ല അതിർത്തിയിൽ സുരക്ഷാ സൈനികർ ആക്രമിക്കപ്പെടുന്നതെന്നും ബെലാറസ് കസ്റ്റഡിയിലുള്ള സൈനികനെ കുത്തിക്കൊലപ്പെടുത്തിയ അക്രമിയുടെ വിശദവിവരങ്ങൾ വെളിപ്പെടുത്തി കുറ്റവാളിയെ പോളണ്ടിന് കൈമാറണമെന്ന് പോളിഷ് വിദേശകാര്യമന്ത്രി റാഡോസ്ലാവ സിർക്കോസ്കി വ്യക്തമാക്കി. അതിർത്തി വർദ്ധിപ്പിക്കാനും 200 മീറ്റർ ബഫർ സോണായി അവതരിപ്പിക്കാനുമുള്ള പദ്ധതികൾ പോളണ്ട് സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം പോളിഷ് അതിർത്തിയിലേക്ക് കുടിയേറ്റക്കാരെ എത്തിക്കാൻ സഹായിക്കുന്നുവെന്ന ആരോപണം ബെലാറസ് തള്ളിക്കളഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.